പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജെ ഊസോ അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് ഗന്ധർ എന്ന റെസ്ലറിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമായിരിക്കും. ഇതൊരു 1-on-1 മത്സരമായിട്ടാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രിഡിക്ഷൻ അത് എന്താണെന്നുള്ളത് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് മണി ഇൻ ദ ബാങ്ക് ലാഡർ മത്സരങ്ങളിലേക്കുള്ള ക്വാളിഫൈ മത്സരങ്ങളെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ്. വുമൻസിൻ്റെ ക്വാളിഫൈ മത്സരമാണ് നമുക്ക് ആദ്യം കാണാൻ സാധിച്ചത്. ലിവ് മോർഗൻ എന്ന വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻ, അതുപോലെ തന്നെ ഐവി നൈൽ, സ്റ്റെഫിനി വെക്കേർ തുടങ്ങിയ 3 പേര് കളിച്ച ട്രിപ്പിൾ ടെറ്റ് ക്വാളിഫൈ മത്സരത്തിൽ സ്റ്റെഫിനി വെക്കേർ ഐവി നൈലിനെ പിൽഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവസാനത്തെ സ്പോട്ട് സ്വന്തമാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റെഫിനി വെക്കേറും കൂടി ഈ മണി ഇൻ ദ ബാങ്കിലേക്ക് ക്വാളിഫൈ നേടുന്നതോടുകൂടി വുമൻസ് ലാഡർ മത്സരം അതികിടിലമായിരിക്കും എന്നുള്ളതിൽ ഇനി യാതൊരുവിധ സംശയവുമില്ല. സ്റ്റെഫിനി വെക്കേറും കൂടി കയറി വരുമ്പോൾ റിയ റിപ്ലി, നയോമി, ജൂലിയ, റോക്സിനി പെരസ്, അലക്സിയ ബ്ലിസ് തുടങ്ങിയ 6 റെസ്ലേഴ്സ് ഇപ്പോൾ ക്വാളിഫൈ നേടിയിട്ടുണ്ട്. അപ്പോൾ 6 സ്പോട്ടും കൺഫേം ആയിട്ടുണ്ട്. വുമൻസ് ലാഡർ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രിഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് മെൻസ് ലാഡർ മത്സരത്തെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ച മെൻസ് ലാഡർ മത്സരത്തിലെ 6ാമത്തെ സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫൈ മത്സരത്തിൽ സൂപ്പർ താരങ്ങളായ CM പങ്ക്, AJ സ്റ്റൈൽസ്, അതുപോലെ തന്നെ എൽ ഗ്രാൻഡെ അമേരിക്കാനോ തുടങ്ങിയ 3 പേരാണ് പങ്കെടുത്തത്. ട്രിപ്പിൾ ടെറ്റ് മത്സരത്തിൽ വലിയ അട്ടിമറി വിജയത്തോടു കൂടി AJ സ്റ്റൈൽസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി എൽ ഗ്രാൻഡെ അമേരിക്കാനോ 6ാമത്തെ സ്പോട്ട് സ്വന്തമാക്കിക്കൊണ്ട് ക്വാളിഫൈ നേടിയെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ, അതുപോലെ തന്നെ സാമി സെയിൻ, വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജെ ഊസോ തുടങ്ങിയവരുടെയൊക്കെ ഇന്റർഫിയറൻസ് ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ CM പങ്ക് വിജയിക്കാതിരുന്നതിൻ്റെ കാരണം സെത്രോളിൻസിൻ്റെ ഫാക്ഷൻസിൻ്റെ ഒരു ഇടപെടൽ തന്നെയായിരുന്നു. ഇവർക്കെതിരെ തിരിച്ചടിക്കാൻ സാമിക്കും ജെ ഊസോയ്ക്കും സാധിച്ചു എന്നുണ്ടെങ്കിലും മത്സരത്തിൽ AJ സ്റ്റൈൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എൽ ഗ്രാൻഡെ അമേരിക്കാനോ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ മെൻസ് ലാഡർ മത്സരത്തിലെ 6 സ്പോട്ടും കൺഫേം ആയിരിക്കുന്നു. എൽ ഗ്രാൻഡെ അമേരിക്കാനോ, LA നൈറ്റ്, സോളോ സിക്കോവ, സെത്രോൺസ്, ആൻഡ്രാഡെ, പെൻഡ തുടങ്ങിയ 6 പേരാണ് മെൻസ് ലാഡർ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. മൂന്നാമത്തെ അപ്ഡേറ്റ് ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ സ്റ്റോറിയെ സംബന്ധിച്ചാണ്. കാർലിറ്റോ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. അതായത് കമ്പനി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത സത്യമായിരിക്കുന്നു. അദ്ദേഹത്തെ ഇന്നത്തെ റോ എപ്പിസോഡിലെ ഒരു സെഗ്മെൻറ്റിലും കാണാൻ സാധിച്ചില്ല. ഇനി സ്റ്റോറിയിലേക്ക് തിരികെ വരികയാണെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഡേ ടീമിൻ്റെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ആദ്യം നമുക്ക് ലിവ് മോർഗൻ ഉൾപ്പെട്ട ആ ട്രിപ്പിൾ ടെറ്റ് ക്വാളിഫൈ മത്സരം കാണാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും ലിവ് മോർഗനെ വിജയിക്കാൻ സാധിച്ചില്ല. മത്സരത്തിലെ റോക്സിനി പെരസിൻ്റെയോ റഗൽ റോഡ്രിഗസിൻ്റെയോ ഒന്നും വലിയ ഇടപെടലൊന്നും നമുക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. ലിവ് മോർഗൻ ക്ലീനായി തന്നെയാണ് പരാജയപ്പെട്ടത്. പിന്നീട് കാണാൻ സാധിച്ച ഫിൻ ബാലർ, JD മെക്ഡോണ തുടങ്ങിയവരുടെ വാർ റൈഡേഴ്സിനെതിരെയുള്ള ടാഗ് ടീം മത്സരത്തിൽ റോക്സിനി പെരസിൻ്റെ ഇടപെടൽ അത് ഫിൻ ബാലറിൻ്റെ ടീം വിജയിക്കുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ റോക്സിനി പെരസ് ജഡ്ജ്മെൻറ്റ് ഡേ ടീമിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞ് ലിവ് മോർഗനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഫിൻ ബാലർ ശ്രമിക്കുന്നുണ്ട്. അതേ സമയത്ത് ഡൊമിനിക് മിസ്റ്റീരിയോ കഴിഞ്ഞ റോ എപ്പിസോഡിൽ മനഃപൂർവ്വമല്ലാതെ ഫിൻ ബാലറിൻ്റെ പരാജയത്തിന് കാരണമായതിന് മാപ്പ് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കാരണമാക്കേണ്ട എന്നുള്ളത് ഫിൻ ബാലർ തിരിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഫിൻ ബാലർ ഇപ്പോൾ ഒരു ഹാപ്പി മൂഡാണ്. അദ്ദേഹത്തിന് ആ ഒരു കൺട്രോൾ ഇപ്പോൾ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പിന്നീട് ജഡ്ജ്മെൻറ്റ് ഡേ സ്റ്റോറിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിച്ചത് റഗൽ റോഡ്രിഗസിൻ്റെ മാച്ചായിരുന്നു കൈറി സെയിൻ എന്ന റെസ്ലറിനെതിരെ. മത്സരത്തിൽ ഇയോ സ്കൈയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ലിവ് മോർഗൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ മത്സരത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. മത്സരത്തിൽ റഗൽ റോഡ്രിഗസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൈറി സെയിൻ വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജഡ്ജ്മെൻറ്റ് ഡേ ടീമിലെ ലിവ് മോർഗൻ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായിട്ടുള്ള ഇയോ സ്കൈയുടെ ടൈറ്റിലിനെ ചലഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളും ഇരുവരും ഫേസ് ടു ഫേസ് വരുന്നത് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം റഗലിൻ്റെ മത്സരത്തിൽ ഇയോ സ്കൈ ഇടപെട്ടതും എല്ലാം ഒരു വേൾഡ് ടൈറ്റിൽ മത്സരം ഈ റെസ്ലേഴ്സിന് ഇടയിൽ വരുന്നതിൻ്റെ സൂചന വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും ജഡ്ജ്മെൻറ്റ് ഡേ ടീമിൽ വലിയ അടിപിടികളൊന്നും ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അടുത്ത റോയിൽ സംഭവങ്ങൾ മാറ്റി മറിക്കപ്പെട്ട 4ാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജെ ഊസോയ്ക്ക് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓവർ പുഷാണോ എന്നുള്ളതാണ്
ഒരു ചോദ്യത്തെ സംബന്ധിച്ചാണ്. ജെ ഉസോയ്ക്ക് അമിത പ്രാധാന്യം റോ എപ്പിസോഡിൽ നിലവിൽ കൊടുക്കുന്നുണ്ട്. റോ എപ്പിസോഡിൽ മാത്രമല്ല, മെയിൻ ആയിട്ടുള്ള എല്ലാ സ്റ്റോറി ലൈനിലും ഇപ്പോൾ ജെ ഉസോയെ ഉൾപ്പെടുത്തുന്നുണ്ട്. ജോൺ സിനയുടെ സ്റ്റോറി ആയാലും അതുപോലെ തന്നെ സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷന് എതിരെയുള്ള സ്റ്റോറി ആയാലും അതിലെല്ലാം ജെ ഉസോയെ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള വേൾഡ് ടൈറ്റിൽ സ്റ്റോറിയും ഇതിനിടയിൽ ഗുന്തർ, ലോഗൻ പോൾ തുടങ്ങിയവർക്കെതിരെ ജെ ഉസോ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഓവർ പുഷ് എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ജെ ഉസോ ഈ മെയിൻ ആയിട്ടുള്ള സ്റ്റോറി ലൈനിൽ ഏർപ്പെടുമ്പോൾ അത് മറ്റൊരു താരത്തിൻ്റെ അവസരമാണ് ഇല്ലാതാക്കുന്നത്. ജെ ഉസോയെ ഈ ഒരു സ്റ്റോറി ലൈനിൽ ഇടപെടിക്കേണ്ട കാര്യവും ഇല്ലതാനും. കാരണം അദ്ദേഹം ഒരു വേൾഡ് ചാമ്പ്യനാണ്. അദ്ദേഹത്തിന് മറ്റ് സെഗ്മെൻറ്റുകളും മത്സരങ്ങളും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ജെ ഉസോ ഈ ഒരു സ്പോട്ടുകളിൽ നിന്ന് മാറി നിന്നാൽ, ജോൺസണിയുടെയും അതുപോലെ തന്നെ സെത്തിൻ്റെയും എതിരെ നിൽക്കുന്ന ആ ഒരു സ്പോട്ടുകളിൽ നിന്ന് മാറി നിന്നാൽ മറ്റൊരു താരത്തിന് ആ ഒരു സ്പോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു അവസരം കളയുന്ന രീതിയിലേക്ക് ജെ ഉസോയുടെ സ്റ്റോറി ലൈൻ ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതിന് വലിയ ഒരു തെളിവാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ച മത്സരങ്ങളും ആ ആക്രമണ സെഗ്മെൻറ്റുകളും ഒക്കെ. പിന്നീട് പങ്കുവെക്കാനുള്ളത്, ജെ ഊസോ എന്ന് പറയുന്ന റെസ്ലറിന് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ ആരാധക പിന്തുണ കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ജെ ഊസോയെ ഒരു റെലവൻ്റ് ആക്കിയിട്ടുള്ള ഒരു വേൾഡ് ചാമ്പ്യൻ ആക്കിയിട്ട് കാണിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് പാളിപ്പോകാനേ സാധ്യതയുള്ളൂ. കാരണം ജെ ഊസോ നിരന്തരം ടോപ്പ് സ്റ്റാർസിൻ്റെ സ്റ്റോറി ലൈനുകളിൽ ഒരു കാര്യവുമില്ലാതെ ഇടപെടുന്ന പോലെ കാണിച്ചാൽ ആരാധകർക്ക് ജെ ഊസോ ഒരു വേൾഡ് ചാമ്പ്യൻ എന്നുള്ള ഒരു നിലയിൽ നിന്ന് മാറി വെറും ഒരു റെസ്ലർ എന്നുള്ള ഒരു നിലയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എല്ലാ സ്റ്റോറി ലൈനിലും എല്ലാ മത്സരത്തിലും ജെ ഊസോ കളിച്ചാൽ, അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാൽ, സ്റ്റോറി ലൈൻ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കുറയും. അത് ക്രിയേറ്റീവ് ടീം മനസ്സിലാക്കിയാൽ ജെ ഊസോയിലൂടെ നല്ല സ്റ്റോറി നമുക്ക് ലഭിക്കും. പക്ഷേ ക്രിയേറ്റീവ് ടീം എല്ലാ സ്റ്റോറി ലൈനുകളിലും ജെ ഊസോയെ ആഡ് ചെയ്ത് അമിത പ്രാധാന്യം കൊടുത്തു ഓവർ പുഷ് കൊടുത്തിട്ടാണ് നിലവിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം ജെ ഊസോയ്ക്ക് കൊടുക്കുന്ന പുഷിനെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ളത് സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷൻ്റെ സ്റ്റോറിയെ സംബന്ധിച്ചാണ്. സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷൻ്റെ സ്റ്റോറി ലൈന് വലിയ പ്രാധാന്യം ഇന്നത്തെ റോ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് തുടങ്ങിയവരെ ടീമാക്കിക്കൊണ്ടുള്ള ആദ്യ ടാഗ് ടീം മത്സരം നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചു. അത് കിടിലമായിട്ടുള്ള ഒരു ടാഗ് ടീം മത്സരമായിരുന്നു. അതിന് ശേഷം നടന്ന മെയിൻ ഇവൻറ്റിലെ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ മെയിൻ ഇവൻറ്റിലെ മത്സരത്തിന് ശേഷമുള്ള ഭാഗങ്ങളിൽ സെത്ത് റോളിൻസും ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും ഒക്കെ ചേർന്ന് സാമി സെയിനെയും ജെ ഊസോയെയും CM പങ്കിനെയും ഒക്കെ ബ്രൂട്ടലായി ആക്രമിക്കുന്നതായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. 2 സുനാമി എന്ന് പറയുന്ന ഫിനിഷർ ഇട്ടുകൊടുത്തിട്ടാണ് ബ്രോൺസൺ റീഡ് ഇപ്പോൾ ജെ ഊസോയെ ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷൻ പൂർണ്ണമായും റോ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളൊരു നിലയിലേക്കാണ് സ്റ്റോറി പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു നമ്പേഴ്സ് അഡ്വാൻറ്റേജ് CM പങ്കിൻ്റെ ടീമിന് ഇല്ല. കാരണം സെത്ത്, ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ ഇവിടെ 3 പേരുണ്ട്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ CM പങ്ക്, സാമി, ജെ ഊസോ. ഇതിൽ ജെ ഊസോ വേൾഡ് ചാമ്പ്യൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനുകൾ കൃത്യമായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജെ ഊസോ ഈ ഒരു സ്റ്റോറി ലൈനിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ഒരു കാരണമായേക്കാം. ഇനി ജെ ഊസോ മാറി നിന്നാൽ അവിടേക്ക് തിരികെ വരേണ്ടത് റോമൻ റെയിൻസ് ആണ്. റോമൻ റെയിൻസ് വന്നാൽ മാത്രമേ സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനെതിരെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റോറി അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റോമൻ റെയിൻസ് തിരികെ വന്നാൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷന് വലിയൊരു എതിരാളിയെ അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇക്കഴിഞ്ഞ റോ എപ്പിസോഡുകളിലെല്ലാം സെത്തിൻ്റെ ഫാക്ഷനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം CM പങ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അല്ലെങ്കിൽ CM പങ്കിന് പോലും സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷന് എതിരെ അടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കാണിച്ച് അവിടെ OTC സൂപ്പർ താരമായ റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവ് നടത്താൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വിത്തിൻ 2 വീക്സ് റോമൻ റെയിൻസ് തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലോ അത് കഴിഞ്ഞിട്ടുള്ള റോ എപ്പിസോഡിലോ ആണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റോ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.